പ്രാദേശിക ദൈവങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ആ പാട്ടിലുണ്ട് എന്നുള്ളത് ആ അർത്ഥത്തിൽ എനിക്ക് കുറകച്ചൻ. ഏതായാലും ഇനി ദേശീയ വാർത്തകളുമായി രഞ്ജിനിയാണ് ചേരുന്നത്. വീണ്ടും രഞ്ജിനി. രാജ്യത്ത് വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഇന്ന് പെട്രോളിന് 21 പൈസയും ഡീസലിന് 28 പൈസയും കൂട്ടി. കഴിഞ്ഞ 12 ദിവസത്തിനിടെ ഇത് 10ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ പെട്രോളിന് ₹1.22 ഡീസലിന് ₹1.95 വർദ്ധിപ്പിച്ചത്. കോവിഡ് മരുന്ന് പരീക്ഷണത്തിന് വിധേയമായ ആൾക്ക് ഗുരുതര രോഗം ബാധിച്ചെന്ന വാദം തള്ളി പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പരാതി ഉന്നയിച്ചയാൾക്ക് രോഗം പിടികൂടിയത് പ്രതിരോധ വാക്സിൻ ഉപയോഗിച്ചതിന്റെ ഭാഗമായല്ല. തെറ്റായ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. മതപരിവർത്തനത്തിനെതിരായ ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ആദ്യ കേസെടുത്തു. 22-കാരനെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് 20-കാരിക്കെതിരെ കേസെടുത്തത്. വിവാദങ്ങൾക്കിടെ ഞായറാഴ്ചയാണ് ഓർഡിനൻസ് ഗവർണർ അനുമതി നൽകിയത്. ഇനി ലല്ലുവും ഗോപിയും കൂടുതൽ വാർത്തകളുമായി ചേരും. ദേശീയ തലത്തിൽ കർഷക സമരം തന്നെയാണ് പ്രധാന വാർത്ത എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റു വാർത്തകളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. നമുക്ക് ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. മരുന്നുകൾക്ക് 25 മുതൽ 98% വരെ വില കുറച്ച് വിൽക്കുന്ന സർക്കാർ സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്ക്. എന്നാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തുന്ന 70% രോഗികൾക്കും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത. 1 ലക്ഷം രൂപ വിലയുള്ള ക്യാൻസർ മരുന്നിന് വില 45,000-ൽ താഴെ. 1,500 മുകളിലുള്ള ഡയബറ്റിക് മരുന്നിനാകട്ടെ വെറും 150 രൂപ മാത്രം. കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും ഈ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ. ആ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇത് ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി MRP വിലയിൽ താഴെ മരുന്നുകൾ സാധാരണക്കാർക്ക് നൽകിയ കേരള സർക്കാർ സ്ഥാപനം. വിലക്കുറവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഈ പട്ടികയൊന്ന് കാണണം. പട്ടികയിലെ ആദ്യ മരുന്നായ ഡയബറ്റിക്കിനുള്ള ഫോർസിഗയ്ക്ക് മെഡിക്കൽ സ്റ്റോറുകളിലെ വില 802 രൂപ 90 പൈസ. ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്കിൽ ഈ മരുന്നിന് വില 332 രൂപ 72 പൈസ. 470 രൂപ 18 പൈസ കുറവ്. ICUവിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് മെറോപെനത്തിന് പൊതുവിപണിയിൽ വില 2428 രൂപ 50 പൈസയെങ്കിൽ ഇവിടെ അത് 231 രൂപ 20 പൈസ മാത്രം. അതായത് 2197 രൂപ 30 പൈസ കുറവ്. ഇപ്പം തന്നെ ഞങ്ങൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വെളിയിൽ അതിന് MRP 1600 ഇവിടെ 150 രൂപയേ ഉള്ളൂ. 150 രൂപയേ ഉള്ളൂ. ചിലതിനൊക്കെ നല്ല കുറവുണ്ട്, ചിലതിന് എന്നാലും പൊതുവെ കുറവാണ്. പട്ടികയിൽ 5ാമതുള്ള ട്രാസ്റ്റിസുമാബ് എന്ന മരുന്ന് സ്തനാർബുദ രോഗികൾക്കുള്ളതാണ്. 64,690 രൂപ 74 പൈസ MRP വിലയുള്ള ഈ മരുന്ന് 20 മുതൽ 25 എണ്ണം വരെയാണ് ഒരു രോഗി ഉപയോഗിക്കേണ്ടത്. അതായത് 16,17,000-ലധികം രൂപ ഒരു രോഗിക്ക് ചിലവാകും. ഈ മരുന്നിന് ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്കിലെ വിലയാകട്ടെ വെറും 19,916 രൂപ 26 പൈസ. 25 മരുന്നിന് 4,97,906 രൂപ 50 പൈസ മാത്രം. അതായത് 11 ലക്ഷത്തിലധികം രൂപ കുറവ്. ഇത്രയധികം വിലക്കുറവിൽ മരുന്ന് വിൽക്കുന്ന ഒരു സ്ഥാപനവും രാജ്യത്തില്ല. നമ്മൾ ഒരുപാട് വിലക്കുറവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടില്ലേ ഒരുപാട് വിലക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അതിലൊന്നും ഇവിടെ ചെറിയതായിട്ട് വിലക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കീ 10-20 ആൾക്കാരുടെ ബേക്കിൽ നിന്ന് കീ വരാൻ കാരണം ഇവിടെ വില കുറവുള്ളതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഇവിടെ നല്ല ന്യായമായിട്ട് കിട്ടുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, SAT, RCC, ശ്രീചിത്ര ഉൾപ്പെടെയുള്ള 4 പ്രമുഖ ആശുപത്രികളാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ളത്. ഒരു ദിവസം 12,000 രോഗികളാണ് ഈ ആശുപത്രികളിൽ OP IP വിഭാഗത്തിൽ ചികിത്സ തേടുന്നത്. എന്നാൽ ഇവരിൽ 70% പേരും സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് മരുന്ന് വാങ്ങുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പെർ ഡേ അറൗണ്ട് 20,000-ഓളം പേഷ്യൻ്റ് വന്നു പോകുന്നുണ്ട്. അതായത്
14,000 പേഷ്യൻറ്റ് IP ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പേഷ്യൻറ്റ് OP ആയിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മരുന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ശരിക്കും വെച്ചാൽ ഇതിനകത്ത് വിപുലമായ കൗണ്ടറുകളാണ് വേണ്ടത്. ജനങ്ങൾക്ക് മരുന്ന് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അവരുടെ ഒരു അവകാശമാണ് വില കുറച്ച് കിട്ടേണ്ടത്. അത് അപ്പം എപ്പോഴെങ്കിലും കിട്ടിയാൽ പോരാ, അവർക്ക് എളുപ്പം കിട്ടുന്നതിന് സംവിധാനം കൂടി ഉണ്ടാക്കണം. വില കുറച്ച് മരുന്ന് വിൽക്കുന്നത് കൊണ്ട് സ്ഥാപനത്തിന്റെ ലാഭത്തിന് കുറവൊന്നുമില്ല. 1993 250 രൂപ ദിവസ കച്ചവടത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം 1,57 ലക്ഷത്തിന് മുകളിലാണ്. 2 കൗണ്ടറുകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. നിലവിലെ കെട്ടിടം പുതുക്കിപ്പണിത് 6 കൗണ്ടറുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. വിലക്കുറവിൽ മരുന്ന് ലഭിക്കേണ്ടത് ഔദാര്യമല്ല, അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സ്ഥാപനത്തെ രോഗികൾ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. രോഗികളെ കാർന്നു തിന്നുന്ന മരുന്ന് ലോബികൾക്കിടെ ഇത്തരം സ്ഥാപനങ്ങളാണ് സാധാരണക്കാർക്കുള്ള ഏക ആശ്രയം. BSNU ന്യൂസ് 18 തിരുവനന്തപുരം. ഇൻഫർമേഷനാണ് തീർച്ചയായും അല്ലേ? എത്രയോ ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിവസം ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ചെല്ലുന്നത്. അവർക്ക് ഈ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന എത്ര ശതമാനം രോഗികൾക്ക് ഇങ്ങനെ സ്ഥാപനത്തെ കുറിച്ച് സാധാരണ നമ്മൾക്ക് വാട്സപ്പിൽ മസ്റ്റ് ഷെയർ എന്നൊക്കെ പറയും, പലതും ഷെയർ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു സാധനം വന്ന് ഞാൻ ഷെയർ ചെയ്യും, ഇതും ഷെയർ ചെയ്യും. മാത്രമല്ല നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരവാണ് ഇങ്ങനെയും ചിലതൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് അന്തർദേശീയ വാർത്തകളിൽ പ്രധാനം. വിശദമായി തന്നെ നോക്കാം. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവാണെന്ന ആരോപണം തള്ളി അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ രംഗത്തെത്തിയിരിക്കുകയാണ്. മറഡോണയുടെ മക്കളും അഭിഭാഷകനും ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരുന്നു. ഡോക്ടറുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് സംഘം ലാപ്ടോപ്പും മെഡിക്കൽ റിപ്പോർട്ടും പിടിച്ചെടുത്തു. മറഡോണയുടെ ആരോഗ്യനില മോശമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർ തയ്യാറായില്ലെന്നാണ് കുടുംബത്തിന്റെയും അഭിഭാഷകന്റെയും ആരോപണം. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇറാനിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രി സദേദിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പൊതുദർശനത്തിനും മതപരമായ ചടങ്ങുകൾക്കും ശേഷം ടെഹ്റാനിലെ ഇമാം ഖൊമൈനിയുടെ ദേവാലയത്തിലാകും സംസ്കാര ചടങ്ങുകളെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഫക്രി സദേദിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവർ ആരായാലും തിരിച്ചടിക്കുമെന്ന് രാഷ്ട്രത്തലവൻ അയത്തുള്ള അലി ഖമൈനി ആവർത്തിച്ചു. പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്നാണ് ഇറാന്റെ ആരോപണം. എന്നാൽ ഇസ്രായേൽ ഇതുവരെ ആരോപണം തള്ളാനും തയ്യാറായിട്ടില്ല. ലോകത്ത് കോവിഡ് ബാധിതർ 6,30,00,000 കടന്നു. മരണം 14,64,000 പിന്നിട്ടു. 5 ലക്ഷം പേർക്കാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും 1.5 ലക്ഷത്തിലേറെയാണ് പുതിയ രോഗബാധിതർ. അമേരിക്കയിൽ ആകെ രോഗബാധിതർ 1,37,00,000 കടന്നു. വരുന്ന ആഴ്ചകളിൽ അമേരിക്കയിൽ രോഗവ്യാപനം അതിരൂക്ഷമായേക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിൽ പരുക്കേറ്റതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ നായയുമൊത്ത് കളിക്കുമ്പോഴാണ് ബൈഡന്റെ കാലിന് പരുക്കേറ്റത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കില്ലെന്ന് വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ബാലറ്റ് വോട്ടിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഒരിക്കൽ കൂടി നിലപാട് ആവർത്തിച്ചത്. വീണ്ടും ലല്ലുവിലേക്കും ഗോപിയിലേക്കും. ട്രംപിനെ കൊണ്ട് തോറ്റില്ലേ? ഓരോ ദിവസം ഓരോന്നാണ് പറയുന്നത്. അല്ല, ഈ മറ്റേ ബൈഡൻ എന്തോ വീട്ടിൽ നായോട് കളിക്കുമ്പോൾ കാലിന് പരിക്കേറ്റു എന്ന് കേട്ടപ്പോൾ പുള്ളി ഇനി നിലപാട് മാറ്റിയതാണെന്നും അറിയില്ല. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയം കൗതുകതരവും പലപ്പോഴും ചിരിപ്പിക്കുന്നതുമായി തുടരുകയാണ്. സംഗതി മറ്റേ ലോക പോലീസൊക്കെ ആണെങ്കിൽ കോമഡിക്ക് ഒരു കുറവില്ല. അതെ. നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാർഷിക കാഴ്ചകളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊന്നിലേക്കാണ്. വയലുകളിൽ മോട്ടോർ പമ്പുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന പരമ്പരാഗത കർഷകർ ഇപ്പോഴുമുണ്ട്. കാസർഗോഡ് പീലിക്കോട്ടെ വയലുകളിലാണ് ഇവരുള്ളത്. മുക്കാലിയിൽ കെട്ടി തൂക്കുന്ന ഉവേണികളിൽ മണിക്കൂറുകൾ അധ്വാനിച്ച് വയലുകളിൽ വെള്ളം നിറയ്ക്കുന്നതിലാണ് ഇവരുടെ സംതൃപ്തി. ആധുനിക കൃഷിരീതികൾ സാർവത്രികമാകുമ്പോഴും പരമ്പരാഗത രീതികളെ മുറുകെ പിടിക്കുകയാണ് പിലിക്കോടുള്ള കർഷകർ. വയലുകളിൽ ജലസേചനത്തിനായി ഉവ്വേണികളെ ആശ്രയിക്കുന്ന നിരവധി കർഷകർ പിലിക്കോട്ടെ വയലുകളിൽ ഇപ്പോഴും കാണാം. ഇവിടുത്തെ മടിവയൽ, മല്ലങ്കര, കണ്ണങ്കൈ പാടശേഖരങ്ങളിലും തോടുകളിലും നിരവധി ഉവ്വേണികൾ കാണാം.
ഉറവയുള്ള പാടങ്ങളിൽ നിന്നും വെള്ളം നീക്കം ചെയ്യാനും കൃഷി ആവശ്യത്തിന് തോടുകളിൽ നിന്ന് വയലുകളിലേക്ക് വെള്ളം എത്തിക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം നീക്കം ചെയ്യുമ്പോൾ വയലിലെ ഉറവയുടെ ചെറു സുഷിരങ്ങൾ അടഞ്ഞുപോകുമെന്ന് ഇവർ പറയുന്നു. ഈ പമ്പ് എന്ന് പറയുമ്പോൾ നിലത്തിൻ്റെ ഉറവ് വലിച്ചെടുക്കും. ഈ തേവി കഴിഞ്ഞാൽ ഉറവ് അങ്ങനെ നിൽക്കും. എപ്പോഴും കണ്ടത്തിന് നല്ല ഉറവാണ്. മറ്റു ചെയ്യുമ്പോൾ പ്രത്യേകത വലിച്ച് ഞരവെല്ലാം വലിക്കും. കണ്ടത്തിൻ്റെ ഞരവെല്ലാം വലിച്ചിട്ട് കളയും. തേവി കഴിഞ്ഞാൽ ലെവലായിട്ട് വരും. അത് ഇതിൻ്റെ ഉള്ള കുണം. രാവിലെയും വൈകിട്ടുമാണ് ഇത്തരത്തിൽ വെള്ളം തേകൽ. വയലുകളുടെ ഈർപ്പവും പശിമയും നിലനിർത്താൻ ഈ രീതിയാണ് അഭികാമ്യമെന്നാണ് കർഷകരുടെ പക്ഷം. ഈ ഞരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി ചെയ്ത് പോയി. ഇതപ്പോഴേ കുളിപ്പുണ്ടാവും. മറ്റേ ഞരവ് പോയി കഴിഞ്ഞാൽ ഞരവ് അടഞ്ഞാൽ നമ്മൾ എൻഷൻ ഞരവ് തന്നെ അടഞ്ഞാൽ പോയില്ലേ, അതുപോലെ കൃഷിയിലും അത് ഇല്ലേതുണ്ട്. അല്ല പണ്ടില്ലവരെ തേവിയിട്ട് മാത്രമേ കൃഷി ചെയ്യൂ. പണ്ടില്ല പറഞ്ഞത് സത്യം പോലല്ലേ. മോട്ടോർ വെച്ചടിച്ച കണ്ടത്തിലും മറ്റുള്ള കണ്ടത്ത് തേവിയിട്ട് വ്യത്യാസമുണ്ട്. ശാരീരിക ആയാസം ലഘൂകരിക്കാൻ ശ്രമിക്കാതെ നെൽവയലുകളെയും കൃഷിയിലെ പാരമ്പര്യ രീതികളെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരാണ് ഈ കർഷകർ. ന്യൂസ് 18 പിലിക്കോട്. വാർത്തകൾ ഇനിയുണ്ട്, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുണ്ട്. വേഗം തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇനിയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥാനാർത്ഥികളും വിശേഷങ്ങളും ഉണ്ട്. അതിലേക്ക് പോവുകയാണ്. നാട്ടിലേക്കും ഓട്ടങ്ങാം. ഈ ഇലക്ഷൻ കാലത്ത് വ്യത്യസ്തമായ നിരവധി കാഴ്ചകൾ ഞങ്ങൾ ഇതിനോടകം കാണിച്ചു കഴിഞ്ഞു. ബുള്ളറ്റിന്റെ മുഴക്കം കേട്ട വീടിന് പുറത്തിറങ്ങുകയാണ് കൊല്ലം തൃക്കോൽവട്ടം ചെറിയലായിലെ നാട്ടുകാരുടെ പിന്തുണ തേടിയുള്ള ഒരാളുടെ വരവെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരവാണ്. പല രീതിയിലാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സമീപിക്കുന്നത്. കൊല്ലം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ചെറിയല വാർഡിലെ NDA സ്ഥാനാർത്ഥി ബുള്ളറ്റിലാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. ഗ്രേസ്യാമ്മ ടീച്ചർ, വയസ്സ് 58, യാത്ര ബുള്ളറ്റിൽ. ൽ ഭർത്താവ് കേണൽ KK ജോണിന്റെ ചേതക് സ്കൂട്ടർ ഓടിച്ചാണ് തുടക്കം. വർഷങ്ങൾക്ക് ശേഷം ജോലി ലഭിച്ച് മകൻ ചെന്നൈയിലേക്ക് പോയി. അപ്പോഴുണ്ട് വെറുതെ ഇരിക്കുന്നു മകന്റെ പൾസർ ബൈക്ക്. പിന്നെ അതെടുത്തായി കറക്കം. ITAT സ്കൂളിന്റെ ഭാഗമായി ഗ്രേസ്യാമ്മ എറണാകുളത്തായിരിക്കെ താമസ സ്ഥലത്തിനും ജോലി സ്ഥലത്തിനുമിടയിൽ ദിവസവും പൾസറിൽ യാത്ര ചെയ്തത് 50 കിലോമീറ്ററോളം. അല്ല, എല്ലാവരും നോക്കും. എറണാകുളത്തൊന്നും ആരും ലേഡീസ് ബുള്ളറ്റിൽ പോകുന്നവരില്ലാത്തതുകൊണ്ട്, കൊല്ലത്ത് അവർ കണ്ടതുകൊണ്ട് അവർക്ക് പുതുമയല്ല. അത് ഇത് വഴിനീളം എല്ലാവരും ഒന്ന് വ്യൂ ചെയ്ത് കൊണ്ടുവയ്ക്കുമ്പോഴും എല്ലാവരും നോക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു സ്ത്രീ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ചരിത്രമല്ലേ ഞങ്ങൾക്കൊരു ഞങ്ങളെ ടീച്ചർ തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങളെ മുമ്പിൽ എൻ്റെ ബൈക്കിൽ വന്ന് വളരെ സന്തോഷം. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ടീച്ചറെ കാണുന്നതാ. അതിൽ ഔരിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റിനോടുള്ളൊരു ഭ്രമമുണ്ട്. അത് എല്ലാ ലേഡീസും ഓടിച്ചുകൊണ്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. ബൈക്ക് ഓടിക്കാറുണ്ട്, പലരും ഓടിക്കാറുണ്ട്, പക്ഷേ ബുള്ളറ്റിൽ പോകുന്നത് വളരെ ഇതായിട്ട്. ഭാര്യയുടെ വാഹനക്കമ്പത്തിന് എക്കാലവും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയായിരുന്നു കേണൽ ജോണും. അങ്ങനെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ സ്കൂട്ടറിൽ സ്കൂളിൽ പോകുന്നു എന്നുള്ള ഒരു പേര് കരസ്ഥമാക്കി. അതിനു മുമ്പിട്ട് ബൈസിക്കിളിനകത്തായിരുന്നു ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നത്. ഒരു പെണ്ണ് ബൈസിക്കിൾ പോകുമ്പോൾ 4 പേര് നോക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ അതൊക്കെ തരണം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു കൗതുകമായിരുന്നു. ഭർത്താവ് BJPയിലെത്തിയതാണ് ഗ്രേസ്യാമ്മയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത്. വളരെ രസകരമായാണ് ഗ്രേസമ്മ ടീച്ചർ ബുള്ളറ്റ് ഓടിക്കുന്നത്. ഈ അടിച്ച എണ്ണയൊന്നും പാഴാകില്ലെന്നും വിജയശ്രീ ലാളിതയായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ ബുള്ളറ്റിൽ തന്നെ ചെന്നിറങ്ങാൻ കഴിയുമെന്നുമാണ് സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം PV വിനോദ്, ന്യൂസ് 18 കൊല്ലം. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറാക്കാൻ പുതിയ വഴികൾ തേടുകയാണ് സ്ഥാനാർത്ഥികൾ. കട്ടപ്പന ചേറ്റുകുഴിയിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനായി കാളവണ്ടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട് നിർത്തിയ ആ ചേറ്റുകുഴിയിൽ കാളവണ്ടികളുടെ മണികിലുക്കം മുഴങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കാളവണ്ടികൾ. ചേറ്റുകുഴിക്കാവിൽ ജോസിന്റെയും സഹോദരന്റെ മകൻ റിൻഡുവിന്റെയുമാണ് ഈ കാളവണ്ടികൾ.
ജോസിന് വർഷങ്ങളായി കാളവണ്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നുമാണ് 2 ലക്ഷം രൂപയോളം മുടക്കി റിൻഡു അടുത്ത വണ്ടി എത്തിച്ചത്. 1/4 നൂറ്റാണ്ടിന് മുൻപ് വരെ തമിഴ്നാട്ടിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നതും ഇവിടെ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നതും കാളവണ്ടിയിലായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാളവണ്ടികൾ പഴയ പ്രതാപത്തിൽ മടങ്ങിയെത്തുകയാണ്. എണ്ണ തേച്ചു മിനുക്കിയ കൊമ്പും കഴുത്തിലെ മണികിലുക്കവുമായി സ്ഥാനാർത്ഥിയെ വഹിച്ചുകൊണ്ടുവരുന്ന ജോസിന്റെ മണിയനും കണ്ണനും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇരുവരുടെയും കാളവണ്ടികൾ സ്ഥാനാർത്ഥികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് വിളിക്കുന്നുണ്ട്. പോകാനായിട്ട് സ്ഥാനാർത്ഥികൾ കാളവണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. കോവിഡ് കാലത്ത് വേറിട്ട പ്രചാരണങ്ങൾക്കാണ് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുമ്പോൾ ചിലർ വേറിട്ട വഴികൾ തേടുന്നു. അങ്ങനെയാണ് പ്രചരണം കാളവണ്ടിയിൽ ആകുന്നത്. പഴയകാല ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോയിക്കൊണ്ട് പുതുമയാർന്ന ഒരു പ്രചരണ രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിക്കുന്നത്. കാളവണ്ടിയിൽ പ്രചരണ പരിപാടികളാണ്. അങ്ങനെ ചേറ്റുകുഴിയിലൂടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ വാഹനം ഓടിത്തുടങ്ങി. ഇനിയുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കാളവണ്ടികൾ നിരത്തിലിറങ്ങാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് 18 കട്ടപ്പന. ഇനിയുള്ള ദിവസങ്ങളിൽ നിരത്തിലിറങ്ങാൻ സാധ്യത ഏറെയാണെന്ന് പറഞ്ഞത് ഈ പെട്രോളിന്റെ വില കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല, അതോ സ്റ്റൈൽ കൊണ്ടാണോ എന്നറിയില്ല. കാളയിലൊക്കെ തീർന്നാ ഈ കാളവണ്ടി യുഗത്തിലേക്ക് പറയുന്നുണ്ട്. നാട്ടുകാര യുഗത്തിലേക്ക് കൊണ്ടുപോകരുത്. പ്രചരണ തന്ത്രമൊക്കെ ഓക്കെ. നമുക്ക് മറ്റൊരു രസമുള്ള വാർത്തയിലേക്ക് പോകാം. ബോട്ടിൽ ആർട്ടിൽ റെക്കോർഡ് നേടി 16 ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുപ്പിയിൽ പകർത്തിയ കൊല്ലം ഐവർകാല സ്വദേശിയായ ആലിയ ഫാത്തിമ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാകുന്നു. കൂടുതൽ രസകരമായ വാർത്തകളും കൗതുകകരമായ ദൃശ്യങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് malayalam.news18.com സന്ദർശിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. ഒരു മുറി നിറയെ കുപ്പികൾ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ്സുകാരി ആലിയ ഫാത്തിമ ചെറുപ്പത്തിലെ തുടങ്ങിയതാണ് കുപ്പികളിലെ ചിത്രപ്പണി. സ്കൂളിൽ നിന്നും തിരികെ വരും വഴി ശേഖരിക്കുന്ന കുപ്പികളിലാണ് ചിത്രരചന. ബുക്കുകളിൽ ടൈപ്പ് ഓഫ് ഗ്രാഫിയിലായിരുന്നു തുടക്കം. പിന്നീട് അത് ബോട്ടിലേക്ക് മാറ്റി. കാരിക്കേച്ചറും മ്യൂറൽ പെയിന്റിംഗും ബോട്ടിലുകളിൽ പരീക്ഷിച്ചു തുടങ്ങി. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരുന്ന് തുടങ്ങിയതോടെയാണ് റെക്കോർഡ്സിന് അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ദ കുപ്പി എന്ന് പറഞ്ഞിട്ട്. അതിലൊരാൾക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടുന്നതായിട്ട് കണ്ടു. അങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടൈം റിജക്റ്റ് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് വീണ്ടും അസ്ട്രോണമിയുടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടിങ്ങനെ അത് കൊടുത്തപ്പം അവർ 7 ദിവസം കഴിഞ്ഞിട്ട് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. ആദ്യ തവണ നിരസിച്ചെങ്കിലും ജ്യോതിശാസ്ത്രം സംബന്ധിച്ച് ആലിയ തയ്യാറാക്കിയ 6 ബോട്ടിലുകൾക്കാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയോടെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കാനായത്. ന്യൂസ് 18 കടമ്പനാട്.